പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞ് റെസ്റ്റിംഗ് പീരീഡിലാണല്ലോ. ഞാനും അതെ, വിഷുവൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം ചത്ത് പോലെ കിടക്കുകയായിരുന്നു. ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് അപ്പോൾ ഇപ്പോഴാണൊന്ന് ഉയർത്തെണീറ്റ് വന്നത്. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാകും. നല്ല ചൂടുണ്ടല്ലോ, ഉള്ളിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ വേർത്തുരുക്കി ആകെ ടയേർഡായി പോകും നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തിരുന്ന് ചെയ്തത്. അപ്പോൾ കുറച്ച് വെട്ടം കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നല്ല, എൻ്റെ കമ്മൽ കളക്ഷൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ചധികം തന്നെ കമ്മലുകൾ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടാത്തതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിട്ടാണ്. എനിക്ക് പണ്ട് തുടങ്ങിയ കമ്മലിനോട് ഭയങ്കര ക്രേസാണ്. കമ്മലിനോടാണ് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത്. മാല ആ ഒരു നേരിയ മാലയിലും കുഴപ്പമില്ല, പക്ഷെ കമ്മൽ എത്ര വലുതിടാൻ പറ്റും അത്ര വലുത് ഞാൻ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മലിൻ്റെ ഓരോരോ വെറൈറ്റി കളക്ഷൻസ്. ഇപ്പം നമുക്ക് മുകളിലൊരു ഷോപ്പുള്ളത് കാരണം ഇച്ചിരി ക്രേസ് കുറഞ്ഞെന്ന് പറയാം കേട്ടോ. എന്നാലും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഓൺലൈനിൽ കണ്ടാൽ ഞാൻ അപ്പം തന്നെ വാങ്ങിക്കും. അതേപോലെ തന്നെ പുറത്ത് കട കണ്ടായാലും വാങ്ങിക്കും. സുചേട്ടൻ പറയും, കട ഉണ്ടായിട്ട് നീ എന്തിനാണ് ദൃശ്യം ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്? പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റി മോഡലുണ്ടായി ഞാൻ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കമ്മലിൻ്റെ പെട്ടിയിട്ട്. എൻ്റെ പെട്ടി കണ്ട് ആരും ഞെട്ടരുത്, കാരണം നല്ല ഒരു 10 വർഷത്തോളം പഴക്കമുണ്ട് ഈ പെട്ടിക്ക്. പെട്ടിയല്ല, ഈ ചെപ്പിന്. കാരണം സുക്രു അതിൻ്റെ മുകളിൽ കിടന്ന് ഗോഷ്ടി കാണിക്കേണ്ടാവും, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വാതിലടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. തുമ്പിക്കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ കല്യാണത്തിന് മുന്നേ എൻ്റെ കയ്യിലുള്ളൊരു ബോക്സാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ എടുത്തുകൊണ്ട് വന്നാണ്. ഈ ബോക്സ് ഇതുവരെ മാറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് സെറ്റാക്കി വെക്കുമായിരുന്നു. ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ 2 തുളയ്ക്കുള്ള സംഭവമില്ലേ, അതിൻ്റെ ഉള്ളിൽ കമ്മലിട്ട് ഞാൻ സെറ്റാക്കി വെക്കുമ്പോൾ ഒരു ത്വര വരുമ്പോൾ ഇപ്പോൾ ആ കലങ്കോലായിട്ട് കിടക്കണം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യം: വീഡിയോയും ആകും, ഇത് ഇടയ്ക്ക് പുറക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ 2-3 മാല ഉണ്ടെന്നുകൊണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കമ്മൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ്. ഇതാണ് ആ കമ്മലെന്ന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് ഇട്ട കമ്മലാണ്. കല്യാണത്തിൻ്റെ എൻ്റെ ഗോൾഡിൻ്റെ കമ്മൽ ചെറുതായിരുന്നു, അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഇട്ടത്. ചെറിയൊരു ജിമിക്കായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ ഇതാണ് ഇട്ടത്. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എൻ്റെ കല്യാണത്തിന് ഇട്ടതുകൊണ്ട് അതിലുപരി അടിപൊളി ക്വാളിറ്റിയും. ഇതുവരെ 5.5 വർഷം 6 വർഷം ആവാൻ പോകുന്നു, ഒരു തരി പോലും കളറ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളിയാണ്. ഇത് ഞാൻ പറൂര് ഞാൻ ജോലി ചെയ്തിരുന്നിടത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ജോലി ഞാൻ മണപ്പുറത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ സെറ്റ് മുണ്ട് കൊടുത്താൽ ഈ ഒരു കമ്മൽ മതി, മാലൊന്നും ഇട്ടില്ലെങ്കിലേ കുഴപ്പമില്ല. നമ്മുടെ മുഖം നല്ല അടിപൊളി, നല്ല വിജലിമ്പിച്ച് നിൽക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫേവറേറ്റ് കമ്മലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ആക്കി വെക്കാട്ടെ. ഇങ്ങനെ ഞാൻ എല്ലാ കമ്മലും എടുത്ത് വെക്കാറുണ്ട്. ഇനി ചിലതൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കമ്മലെന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കമ്മൽ ചിലതൊക്കെ കളറൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ കൂടുതൽ ജിമിക്ക കളക്ഷൻസ് ആണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ ഞാൻ പിന്നെ ഈ ഒരു സ്റ്റഡ് വിട്ട് പോവാറില്ല. ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഈ സ്റ്റഡ് പൊക്കോളും. എന്തെങ്കിലും ഫങ്ഷൻസ്, വലിയ വലിയ ഫങ്ഷൻസ് വരുമ്പോൾ മാത്രമാണ് ഞാൻ കമ്മലിപ്പോൾ മാറ്റാറുള്ളൂ കേട്ടോ. എനിക്ക് മടിയാണ്. ഇതാണ് നെക്സ്റ്റ് ഒരു കമ്മൽ എന്ന് പറയുന്നത്. ഇതും കുറേ നാളായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4-5 വർഷം ആയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ അവസരം ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതുവരെ കളറ് പോയിട്ടില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കട്ടോ. ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കുവാണെങ്കിൽ അതൊരു ബോക്സിലായിരിക്കും കിടക്കുക. അപ്പോൾ ഇതാണ് ഒരു കമ്മൽ എന്ന് പറയുന്നത്. നല്ല രസമില്ല, ഇതൊരു മയിലിൻ്റെ സംഭവമാണ് കേട്ടോ. നല്ല രസമാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് കമ്മൽ വന്നിട്ട് ജിമിക്കയുടെ ഒരു അത്യപൂർവമായ കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ കടയിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോഴും എനിക്കിഷ്ടമുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കാറുണ്ട്. ഇതാണ് വേറൊരു കമ്മൽ വന്നിട്ട്. ഇതൊരു ഗോൾഡിഷ് കളറാണ്. ഇതെല്ലാം സെറ്റ് മുണ്ടിനും ഉണ്ട് കൂടുതലായിട്ട്. പിന്നെ എൻ്റെ ഒരു റെഡ് ചുരിദാറുണ്ട്, ഒരു ട്രഡീഷണൽ പോലത്തെ. അപ്പോൾ അതിനും ഇതൊക്കെ മാച്ച് ആവും കേട്ടോ. അപ്പോൾ ഇതാണിത്. അതാണ് വേറെ കമ്മൽ. പിന്നെ ജിമിക്കുള്ളത് കാണിച്ചു കേട്ടോ, എടുക്കട്ടെ. എൻ്റെ ഒരു നല്ലൊരു കമ്മലുള്ളത് വീട്ടിലായിട്ടുള്ള ഗൈസ്. ഇത് പകുതി കാണില്ലല്ലോ. നെക്സ്റ്റ് ഒരു കമ്മൽ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ചെട്ടിനാട് ലൈക്ക് സംഭവം. ചെട്ടിനാട് കൂട്ടത്തൊരു കമ്മലാണ്. ഇതും നല്ല അടിപൊളി സാധനമായിട്ട് ഞാൻ മിക്കപ്പോഴും ഇടാറുള്ളത് ഈ ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര കളറായിട്ടുള്ളതൊക്കെ ഒന്നും ഇപ്പം ഇഷ്ടമല്ല. പണ്ട് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് എനിക്കിപ്പോൾ ആ ഒരു ആൽബവും ആ ഒരു കല്യാണ സീഡിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. കാരണം വലിയൊരു നെക്ലസ്സും അതിനൊക്കെ വലിയ കമ്മൽ, അന്ന് ഒരു പേട്ട ചുരിദാർ,
അങ്ങനെ ഇട്ടിട്ട്. പക്ഷെ അത് പണ്ട് അതായിരുന്നു ഫാഷൻ, പക്ഷെ ഇപ്പം വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ് ഇപ്പോഴത്തെ ഫാഷൻ. അപ്പോൾ ഇതാണ് സംഭവം കമ്മൽ കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി വേറൊരു ടൈപ്പ് കമ്മൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ടു കേട്ടോ. കണ്ട, ഇതും സൂപ്പർ കമ്മലാണ് കേട്ടോ. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇത് മാത്രം ഇട്ടാൽ മതി. ഇതെൻ്റെ ഭയങ്കര ഓൾ ടൈം ഫേവറേറ്റ് കമ്മലാണ്. അതുകൊണ്ട് ഞാൻ അത് അധികം ഇടാറില്ല, കാരണം ചീത്തായി പോകലോ എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു മുത്തുകളാണ് ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നത് കേട്ടോ. ഇത് നമുക്ക് എല്ലാ ചുരിദാറിൻ്റെ കൂടെയും പൊക്കോളും. കണ്ടില്ലേ, നല്ല സൂപ്പറാണ്. പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കാതിന് വലിയ കട്ടി കുറവല്ല, ഇത്തിരി തട്ടുള്ള കാരണം അത്യാവശ്യം നിന്നോളൂ കേട്ടോ. അതാണ് ഒരു കമ്മൽ. പിന്നെ എനിക്ക് വലിയ കാര്യത്തിന് ഇഷ്ടമൊന്നുമല്ല. എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ചുരിദാറായിരുന്നു എൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കമ്മലാണ്. അപ്പോൾ ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും മാച്ചിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ. പിന്നെ എന്തിട്ടാ എൻ്റെ ഇവിടെ നോക്കിയാൽ കുപ്പി വളാസൊക്കെ ഇതിലുണ്ട്. കണ്ടില്ലേ, കുപ്പിവള, പച്ചക്കുപ്പിവള, ചുവന്ന കുപ്പിവള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വള മാത്രം വെക്കുന്ന ഒരു സംഭവം ഉണ്ട് അലമാരിയിൽ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്ത് വെക്കണം. പിന്നെ എന്തുട്ടാ, പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തിരി വില കൂടിയിട്ടുള്ളൊരു മാല വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ. കാണിച്ചിട്ടോ, ഇത് മാലകൾ തമ്മിലിങ്ങനെ കോർന്ന് കിടക്കണ കാരണേ രക്ഷയില്ല. സുക്ര, ഇതാണ് ആ ഒരു മാല എന്ന് പറയുന്നത്. 600 രൂപയുണ്ട് വരുന്നത് കേട്ടോ ഞാനിത് മേടിക്കുമ്പോൾ. പക്ഷെ ഇന്നതിന് ഇത്രയും ഇല്ല. ഓൺലൈനിൽ നിന്നൊക്കെ ഇതിനേലും കുറവിൽ കിട്ടും. ഇത് ഞാൻ തമ്പുരൂന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. പക്ഷേ ഇത് ആ സമയത്ത് ഭയങ്കര ഫാഷനായിരുന്നു കേട്ടോ. ഇതില്ലേ, ഭയങ്കര ഭംഗിയാണ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ ഒരു മജന്ത കളർ ഒരു സംഭവം വന്നിട്ടൊരു സിൽവർ കളക്ഷൻ, സിൽവറിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഒരു ചോക്കർ ആയിട്ടൊക്കെ നമുക്കിടാം. ഇങ്ങനെ വേണമെങ്കിലും ഇടാം, ഇങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. സുക്കുറു അനക്കല്ലേ. പിന്നെ വേറൊരു മാലയാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ സെറ്റും മുണ്ട്, അങ്ങനത്തെ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകും. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മാലയാണ് ഇത്. ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മുടെ കടയ്ക്ക് ഷോപ്പ് ചെയ്യണതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുള്ള മാലകളാണ് കേട്ടോ. നല്ല സൂപ്പറാണ് കാണാനായിട്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഒട്ടും ഫാഷൻ പോവില്ല, അമ്മാതിരിയാണ്. അങ്ങനെ അത്. പിന്നെ പക്ഷെ ഇങ്ങനെ കുറേ ഒരുപാട് ഉണ്ടെന്നുള്ളൂ. പക്ഷെ ഞാനിതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഈ ഒരു മാല, ഇത് ഞാൻ വിചാരിക്കുന്നു തുമ്പിക്ക് ഒരു ദിവസം പട്ടുപാട് ഇട്ട് കൊടുക്കുമ്പോൾ ഇടിയിക്കണമെന്ന്. ഈ ഒരു മാല നല്ല സിമ്പിളാണ്ട് സൂപ്പറാണ് കേട്ടോ. ഇച്ചിരി അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് ഞാൻ ENC നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒട്ടും കളറ് പോവില്ല. അപ്പം അത്. പിന്നെ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ്. കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഒരു ഭാഗം കാണില്ലല്ലോ. ഇത് കേട്ടോ, ഇത് എനിക്ക് സൂചിയേട്ടൻ വാങ്ങിച്ചു തന്ന കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണം കാണില്ല, ഒരെണ്ണം എവിടെയോ പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുട്ടാ, ഇതും നല്ലൊരു കമ്മലാണ്. അപ്പോൾ ഞാൻ വേറൊരു ബോക്സ് ഉണ്ട്, അപ്പോൾ അതിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കമ്മലാണ്. എന്നിട്ടാണ് നമ്മുടെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ചുരിദാറൊക്കെ ഇല്ലേ, അതിനൊക്കെ നന്നായിട്ട് പോകട്ടെ ഈ ഒരു കമ്മൽ. നന്നായിട്ട് ഇഷ്ടമാണ് ഈ കമ്മൽ. പക്ഷെ നല്ല ഭംഗിയല്ല, ഇങ്ങനത്തെ പരന്നൊരു ടൈപ്പ് ഇതാണെങ്കിൽ ഫുൾ കൈ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിരിക്കും. പിന്നെ ഇത് എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കമ്മൽ. ഇത് ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനത്തിന്, അടിയിലത്തെ ഡ്രസ്സിൽ മോട്ടോഴ്സിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. കാരണം ഇത് നമ്മുടെ ഡ്രസ്സിൽ മോട്ടോഴ്സിൻ്റെ ഉദ്ഘാടനത്തിന് മേടിച്ചിട്ടുള്ള കമ്മലാണ്. അതിൻ്റെ ഡ്രസ്സ് ഒരു ഫുൾ കൈ ആഷ് കളർ ചുരിദാറായിരുന്നു. ഞാൻ 7 മാസം ഗർഭിണിയാണ്, 7ക്ക് കടക്കാൻ പോകുന്നു. ആ കടയുടെ ഉദ്ഘാടനം ഒരു ഞായറാഴ്ചയായിരുന്നു. അടുത്ത ഞായറാഴ്ച എന്നെ 7-ാം മാസം കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് തലേ ദിവസം ഓടി നടന്ന് ഞാൻ സൂചിയേട്ടനും കൂടെ മേടിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് ഇതിന്. അത് പിന്നെ കാണിച്ചു തരാം കേട്ടോ.
ഇതിൻ്റെയൊക്കെ ഓരോന്നും അപ്പുറത്തെ ബോക്സിലാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഈ ഒരു കമ്മൽ, ഇത് സുക്കുറുവിൻ്റെ എന്തുട്ടാ പേരുവിളിയുടെ അന്ന്, സുക്കുറിൻ്റെ പേരുവിളിയുടെ അന്ന് ഞാൻ ഇട്ടിട്ടുള്ളൊരു ഒന്നൊരു ഹാഫ് സാരി ആയിരുന്നു അത്. ആ ഒരു കമ്മലാണ് ഇട്ടത്. ഇത് ഞാനിപ്പോൾ അധികം ഇട്ടാറില്ല. പിന്നെ ആ പേരിടലിൻ്റെ അന്ന് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു മാലയാണിത്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വാങ്ങിക്കേണ്ടായിരുന്നെന്ന്. അല്ല, ഇത് നല്ലതാണ് സംഭവം, പക്ഷേ അതിൻ്റെ കൂടെ ഇത്തിരി ഓവറായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതാണ് പേരിടലിൻ്റെ അന്ന് ഇട്ടത്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുക്കാം, നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഈ കമ്മലിൻ്റെ ബാക്കി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നോക്കണേൽ ചില സമയത്ത് എനിക്ക് കണ്ണ് കാണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മൽ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ. ഇതിനധികം വിലയില്ല. ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ തനിഷ്കിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കമ്മലുകൾ എനിക്ക് കൂടുതലുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് എൻ്റെ വരെ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് അങ്ങോട്ട് പോകാം, എല്ലാത്തിൻ്റെയും കൂടെ അങ്ങോട്ട് മാച്ച് ആയിക്കോളും ഈ ഒരു കമ്മലുകൾ കേട്ടോ. ഇതൊക്കെ എനിക്ക് കുറച്ചധികം തന്നെ കളക്ഷൻസ് ഉണ്ട്. എന്തിട്ടാണ് നമ്മൾ തൃശ്ശൂർ മേടിക്കാൻ പോകുമ്പോൾ കടയിലേക്ക് പുറമെ എനിക്കും കൂടെ ബൾക്കായിട്ട് ഞാൻ ഇങ്ങനത്തെ കളക്ഷൻസ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം എന്നിട്ടാണ് പിന്നെ ഈ ഒരു വള, ഈ ഒരു ടെമ്പിൾ വർക്ക് വള. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്, നല്ല രസമാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനിതെൻ്റെ ഒരു ചുരിദാറിൻ്റെ കൂടെയാണ് കേട്ടോ. ഞാൻ പിക്ക് എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ. ഇടമുട്ടത്തൊരു കല്യാണത്തിന് പോയപ്പോൾ ആ ചുരിദാറിൻ്റെ കൂടെ ഇട്ടതാണ്. അതിന് ഇതൊരു വാഴക്കൂമ്പ് കളറാണ്. അതിൻ്റെ ഒരു ഡാർക്ക് ചെറുപയർ പച്ചയായിരുന്നു എൻ്റെ ചുരിദാറിൻ്റെ കളറ്. പക്ഷേ എന്നാലും നല്ല മാച്ചായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഒരു സ്ട്രക്ചറല്ലേ ഒരു കമ്മലിന്. ഇതൊക്കെ ഓരോ ടെമ്പിൾ വർക്ക് വള. ഇതൊക്കെ ഓരോന്നുള്ളൂ. ഇനി ഇതെല്ലാം എപ്പോഴും ഞാൻ ഇടില്ല കേട്ടോ, അത് വേറൊരു സത്യമാണ്. ഇതൊന്നും എപ്പോഴും ഇടില്ല. അതിനുശേഷം ഈ ഒരു കമ്മൽ, ഇതൊരു ജിമിക്ക്. ഇതെൻ്റെ ആ മാലയുടെ കൂടെ ഇതൊരു തുമ്പിട ഹെയർ ബാൻഡാണ്. ആ ഒരു മാലയുടെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഏതൊരു മാലയുടെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ആ മാല ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നാലും എൻ്റെ ഒരു നല്ലൊരു കമ്മൽ എവിടെ പോയി, വീട്ടിലാണ് കേട്ടോ. ഞാൻ ഉത്സവത്തിന് ഇട്ടിട്ടുള്ളൊരു കമ്മൽ വീട്ടിൽ പെട്ടുപോയി. അതിനി എന്തിട്ടാണ് എടുത്തുകൊണ്ട് വരണം. നല്ല അടിപൊളി കമ്മലായിരുന്നു കേട്ടോ. ഞാൻ നെയ്യൻസിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം അതിനും റേറ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ കമ്മലാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ.